PCOD ഉള്ളവരുടെ മറ്റൊരു ആങ്സൈറ്റിയാണ് അത് കാരണം വന്ന വെയിറ്റ് ഗെയിൻ പെർമനന്റ് ആയി പോകുമെന്നുള്ളത്. അങ്ങനെയില്ല. അതുപോലെ തന്നെ PCOD ഉള്ള എല്ലാവർക്കും വെയിറ്റ് ഗെയിൻ ഉണ്ടാവണമെന്നില്ല. ഡോക്ടർ അഞ്ജല പർവീനാണ് ചീഫ് കൺസൾട്ടന്റ് ഡോക്ടർ പർവീൻ സൗമ്യ ഹെൽത്ത്. ഇവിടെ വെയിറ്റ് ഗെയിൻ ഉണ്ടാവാൻ പല കാരണങ്ങളുണ്ട്, അതെല്ലാം കണക്റ്റഡ്. PCOD ഉള്ളവർക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവുമെന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ സാധാരണഗതിയിൽ നമ്മൾ ഭക്ഷണം കഴിച്ചാൽ ശരീരത്തിൽ അതിനനുസരിച്ചുള്ള ഇൻസുലിൻ ഉണ്ടായി ഗ്ലൂക്കോസിനെ ഡൈജസ്റ്റ് ചെയ്യും. എന്നാൽ PCOD ഉള്ളവർക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് കാരണം ഗ്ലൂക്കോസിന്റെ കറക്റ്റ് ഡൈജഷൻ നടക്കാതെ കൊഴുപ്പായിട്ടാണ് അത് സ്റ്റോർ ചെയ്യുക. അത് കാരണം അവർക്ക് വീണ്ടും ക്ഷീണവും വിശപ്പും ഉണ്ടാവും. പ്രത്യേകിച്ച് ഹൈ കലോറി ഫുഡിനോടുള്ള ക്രേവിങ്സ്, പിന്നെ മെയിൽ ഹോർമോൺസ് കൂടുന്നത്, സ്ട്രെസ് കാരണം കോർട്ടിസോൾ പോലെയുള്ളതിന്റെ അളവിൽ വരുന്ന വേരിയേഷൻസ് ഒക്കെ വെയിറ്റ് ഗെയിന് കോൺട്രിബ്യൂട്ട് ചെയ്യും. ഓവുലേഷൻ പ്രോപ്പർ അല്ലാത്തത് കൊണ്ട് തന്നെ വെയിറ്റ് ലോസിന് ശ്രമിക്കുമ്പോൾ അത് കുറച്ച് ചാലഞ്ച്. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇതൊരു ലൈഫ് സ്റ്റൈൽ ഡിസോർഡർ ആയതുകൊണ്ട് കംപ്ലീറ്റ്ലി റിവേഴ്സൽ ആണ്. അപ്പൊ സെൽഫ് ബ്ലെയിമോ ഗിൽറ്റി ഫീലോ ഒക്കെ ഉള്ളത് ഒഴിവാക്കിയിട്ട് ഇന്ന് തന്നെ നിങ്ങളുടെ PCOD റിവേഴ്സൽ ജേർണി സ്റ്റാർട്ട് ചെയ്യുക. ഡെഡിക്കേഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കംപ്ലീറ്റ്ലി ഇത് റിവേഴ്സ് ചെയ്യാം. ഹോമിയോപ്പതി വിൽ ഡെഫിനറ്റ്ലി ഗോണ ഹെൽപ്പ് യു ഇൻ ദിസ്.